സംവിധായകരോട് ഞാൻ അഭിമുഖത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആളുകൾ തെറി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു സിനിമ എടുക്കുക, എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യാമെന്ന് അറിയില്ല. അതുകൊണ്ട് സൗഹാർദ്ദപരമായി സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവുന്നതായിരുന്നു. ഒപ്പം പറഞ്ഞത്, നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗം പലപ്പോഴും മലയാള സിനിമയുടെ ഭാഗമായി അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാളുകളും കൂടിയാണ്. കൂടുതലും സിനിമ പോലെയുള്ള മേഖലയിലേക്ക് അധികം വരാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു സമൂഹം കൂടിയാണ്. അപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ പ്രൊഫഷണൽസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു ജോലി തീർത്ത് അതിന്റെ കാശ് വാങ്ങുക എന്നതിലപ്പുറം അത്രയധികം നല്ല ഇൻപുട്ട് കിട്ടും എന്ന് സംവിധായകനും തിരക്കഥാകൃത്തും എന്നോട് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കമ്പയർ ചെയ്ത് ചോദിക്കുകയാണ് നിങ്ങളോടും ഒപ്പം പ്രണവിനോടും. ആക്ച്വലി ഇത് അനുരാജേട്ടൻ തന്നെയാണ് മറുപടി സാധിക്കുന്നത്. അത് തന്നെയായിരിക്കും ബെസ്റ്റ്. ഇതിലൊരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ സിനിമ എക്സിക്യൂട്ടീവ് സ്ക്രിപ്റ്റ് വായിക്കുന്ന ഓരോ സീനിൽ വായിക്കുന്ന നമുക്ക് അതിന്റെ എക്സിക്യൂഷൻ ലെവൽ ഏത് തരത്തിൽ ട്രക്കിയാണെന്ന് നമുക്ക് ഉള്ളിലുണ്ട്. അത് ബോധപൂർവമായി നമ്മളതിൽ ഒരു ഭയങ്കര എഫേർട്ട് നടത്തില്ല. ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം നമ്മൾ ചെയ്ത ഒരു 3 മാസം മുൻപേ വയനാട്ടിൽ പോയി നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ട തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുകയും ഗ്രൂപ്പ് ചെയ്യുകയും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ, ഇപ്പം ബേസിക് നീഡ്സ്, ഇപ്പോൾ സിനിമയിൽ പലപ്പോഴും ഇല്ലാത്ത തരത്തിലുള്ള ബേസിക് നീഡ്സ്, ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റ് സൗകര്യം, ഇതും നമുക്ക് സാധാരണ ലൊക്കേഷൻ വലിയ ക്രൗഡ് വരുന്ന ലൊക്കേഷനൊന്നും ഉണ്ടാവാറില്ല. ബേസിക് നീഡ്സ് ആവാറുണ്ട്. അപ്പം നമ്മളേതാണ്ട് ഒരു 15 ടോയ്ലറ്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം ബേസിക്കലി നമ്മൾ ലീഡ് ടൊവി അടക്കം ഏറ്റവും താഴെ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് വരെയുള്ള ആൾക്കാരെ നമ്മളെങ്ങനെ കംഫർട്ട് ലെവലിൽ കൊണ്ടുപോകാം എന്ന ശ്രമം ഈ സിനിമയ്ക്ക് ആത്യന്തികമായി ഉണ്ടായിരുന്നു. അത് എൻ്റെ മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിനായിരുന്നു അതിൽ പൂർണ്ണമായ തീരുമാനം ഉണ്ടായിരുന്നത്. ഇപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതാപേട്ടൻ, ഷക്കീർ ഖാൻ, അങ്ങനെ അരുൺ, പ്രണവ്, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തത് നമ്മൾക്കൊപ്പം ഒരുപക്ഷെ നമ്മളെക്കാൾ മുന്നേ കൂടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അതിൽ ടേക്ക് പാർട്ട് ആയത് നമുക്ക് കംഫർട്ട് സ്പേസ് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ഈ ഡിസ്കംഫർട്ട് ആക്കിയിട്ട് കാര്യമില്ല. ഇപ്പം ബേസിക്കലി സ്ക്രീനിൽ വരുന്ന സാധനം ഇൻപുട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. തിയേറ്ററിൽ അതാണ് ഉണ്ടാവുക. അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആർട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പം ശരിക്കും നമ്മൾ സ്ട്രെസ്സിൻ്റെ പടുകുഴിയിലായിരിക്കും സംവിധായകൻ ചിലപ്പോൾ ഉണ്ടാവുക. എന്നാൽ പോലും അത് നമ്മൾ റിഫ്ലക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ ഈ മറ്റ് സംവിധായകരോട് വർക്ക് ചെയ്യുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ നല്ലതുണ്ടാക്കാം, എങ്ങനെ ചീത്തയായിട്ട് ഉണ്ടാക്കാം എന്ന പഠനത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉള്ളിലുള്ളതായിരിക്കാം. നമ്മൾ വെറുതെ കിടന്ന് ബഹളം വയ്ക്കുകയോ വെറുതെ കിടന്ന് ഷോ ചെയ്യുകയോ ചെയ്താൽ അത് ആ സിനിമയുടെ ആ സമയത്തെ ഔട്ട്പുട്ടിനത് ബാധിക്കുകയും ആ ഒരു ദിവസം ഷൂട്ട് ചെയ്യണം, ചിലപ്പോൾ 5 ദിവസം ഷൂട്ട് ചെയ്താലും തീരില്ല. ഇപ്പം എനിക്ക് ഈ ഒന്ന് വെറുതെ എന്തെങ്കിലും ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ ടൊമിക്കാൾ ടൊമിക്ക് ചിലപ്പോൾ അതിനേക്കാൾ റിയാക്ട് ചെയ്യേണ്ടി വരും. ഒരു കാര്യമില്ലാത്ത കാര്യം ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു ടീം വർക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ആ ടീം വർക്കിന്റെ ഔട്ട്പുട്ടാണ് സിനിമ. ശരിക്കും നമുക്ക് നമ്മളുടെ സൗഹൃദത്തിന്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഫോൺ വിളിച്ചോ നേരിട്ടിരിക്കുമ്പോഴോ ഒച്ച വയ്ക്കാം, ബഹളം വയ്ക്കാം. പക്ഷെ ഒരു സിനിമ അതുപോലെ തന്നെ നമ്മൾ ഓഫീസിൽ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ഓഫീസിനകത്ത് ഒരു അങ്ങനെ ഷൗട്ട് ചെയ്യുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യുമല്ലോ. അതേപോലെ തന്നെ സിനിമാ സെറ്റും അത്രയും തന്നെ ഒരു സീക്രട്ട് ആയിട്ടുള്ള സ്ഥലവും അവിടെ കിടന്ന് വഴക്കുകളേക്കാളും ഉണ്ടാവേണ്ടത്. അതായത് ഇത് അനുരാജ് പറയുമ്പോൾ എനിക്ക് എന്നെ ആവശ്യം പറ്റുന്നത് വെച്ചാൽ അനുരാജ് ഇങ്ങനെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. വളരെ സമയത്ത് വളരെ സ്മൂത്തായിട്ട് നമ്മൾ ഈ സിനിമയുടെ ഷൂട്ടും തീർന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്, ഇതും ശരിയായ രീതിയാണ് വർക്ക് ചെയ്യാൻ എന്നുള്ളതാണ്. അത് പ്രണവിനോട് നേരത്തെ ചോദിക്കാറുണ്ട് ചോദ്യം മൈക്ക് ചോദിക്കും. ഈ ക്യാരക്ടർ ചലഞ്ചിങ് ആയിരുന്നു. ഓപ്പോസിറ്റ് ചോദിച്ചിട്ട് കുറേ ഇങ്ങനെ നമ്മൾ എന്തോ ചലഞ്ചിങ് ആയിരുന്നു. ചലഞ്ചിങ് എന്നതിനേക്കാൾ എനിക്ക് ഈ ഒരു ക്യാരക്ടർ ഒരുപാട് സന്തോഷത്തോടുകൂടെ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു. കാരണം ഭയങ്കര ക്ലോസ് ടു പാർട്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ. കാരണം ഞാൻ തമിഴിലാണ് കൂടുതലും സിനിമകൾ ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ ഇതിൻ്റെ 2ാമത്തെ മൂവി ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇതിൽ ആദ്യത്തെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ് ക്രൂ തന്നെയാണ്. ടോമിച്ചേട്ടൻ, സുരേഷേട്ടൻ, സേവൻ സാർ, പിന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, എല്ലാവരും അവരവരുടേതായ മേഖലകളിൽ എല്ലാവരും വളരെയധികം കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. സോ നമുക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷവും ഒരു ആത്മപ്രശംസയും അകത്ത് തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. പിന്നെ ഇതിലെ ക്യാരക്ടർ എങ്ങനെ പ്ലേ ചെയ്തു, അതിന് എത്രത്തോളം ചാലഞ്ചിങ് എനിക്കുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന്
ഇതിൻ്റെ ക്രൂ തന്നെയായിരിക്കും ഇത് സ്ക്രീനിൽ ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുവരാൻ കാരണമായിട്ടുണ്ടാവുക. കാരണം ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവരും കൂടെ ഇതെല്ലാവരും കൂടെ കൂട്ടായ്മയായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ടാണ് നമ്മളിപ്പോൾ ട്രെയിലറിലായി കണ്ടിട്ടുണ്ടാവുക. പിന്നെ നമുക്ക് 23-ാം തീയതി ഇതിൻ്റെ ഫുൾ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകാൻ പറ്റും അത്രത്തോളം ഹാർഡ് വർക്ക് ഇട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനോട് നമ്മൾ എത്രത്തോളം താല്പര്യം കാണിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു ഔട്ട് നമുക്ക് ഇത് 23-ാം തീയതി കാണാൻ പറ്റും. പിന്നെ ചാലഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. നിങ്ങൾക്കത് സിനിമ 23-ാം തീയതി ഇറങ്ങി കഴിയുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എൻ്റെ ഒരു ചിലത് പൊട്ടിപ്പോകും. അതുപോലെ തന്നെ അത്രേ ഉള്ളൂ. ചേട്ടാ ഇഷ്ക് മൂവിയാണ് ഞാൻ ചോദിച്ചിട്ട് പിന്നീട് അത് മാറിപ്പോയത് എന്തോ ഇഷ്ക് അല്ല, അത് ഞാനും രാജൻ തമ്മിൽ 2014 സെവൻത്തിൽ ചെയ്യുന്ന സമയം മുതലുള്ള സൗഹൃദമുണ്ട്. അപ്പോൾ ആ സമയത്തോട്ട് നമ്മളിങ്ങനെ കമ്പനി ഡിസ്കസ് ചെയ്യലും അങ്ങനത്തെ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. ഇഷ്ടം നമ്മൾ ചെയ്യാൻ പ്ലാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനന്ന് ചെയ്യാനിരുന്നത്, ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന സിനിമകളുടെ ഡേറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് അനുരാജിനോട് പറഞ്ഞത്, അനുരാജ് വെയിറ്റ് ചെയ്യണ്ട, ഒരുപാട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഐഡിയ നമ്മൾ സിനിമയാക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത് അത് സിമിലർ ഐഡിയാസ്, പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഐഡിയ ഒക്കെ ഭയങ്കര യുണീക്ക് ഐഡിയ ആയിരുന്നു. അത് വേറെ വന്ന് ആ സിനിമ വേറെ ആരെങ്കിലും ചെയ്ത് പോയി കഴിഞ്ഞിട്ട് അനുരാജ് അന്ന് തന്നെ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ആസ് എ ഫ്രണ്ട് എനിക്കും വേണ്ടി ഇരുന്നതെന്ന് പറഞ്ഞാൽ അനുരാജ് ഞാൻ പേരം ചെയ്യുന്ന സമയത്ത് ജിതിൻ്റെ അടുത്തും പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്യല്ലേ, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഈ സിനിമ തന്നെ വേറെ ആളെ വെച്ച് ചെയ്തോ എന്നൊക്കെ പറയുന്ന ആളാണ് ഞാൻ. കാര്യം വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രഷറാണ് എൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത്. അങ്ങനെ അനുരാജ് പറഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്താലോ, നിങ്ങളുടെ ഓപ്ഷൻ നോക്കിയാലെന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ ട്രെയിലറും ടീസറൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അനുരാജിൻ്റെ പടം എന്ന് പറഞ്ഞാൽ എൻ്റെ പടം പോലെ തന്നെയാണ്. അതിനകത്ത് ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഷെയ്ഡിലും ചെയ്തു, അത് ഗംഭീരമായിട്ട് ചെയ്തു. സിനിമ കൂടെ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയായി. അത് എല്ലാം നല്ല സിനിമയും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അതുകൊണ്ടാണല്ലോ അനുരാജ് എനിക്ക് മറ്റൊരു സിനിമയുമായിട്ട് ഞങ്ങളിപ്പോൾ ഒന്നിക്കുന്നത്. അനുരാജ് അതൊരു പുതിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ ഒരു ടൊവിനോ സിനിമ ചെയ്യാനപ്പുറം എന്തായിരിക്കും അവരെ എക്സൈറ്റ് ഒരു കമ്മിറ്റി ആളുടെ ട്രിഗർ എന്തായിരുന്നു, ഒരു ഡയറക്ടർക്ക് എന്താ തോന്നുന്നത്? അല്ല, ഈ സിനിമ ചെയ്തെടുക്കാൻ കുറച്ച് അധികം ടാസ്ക് ഉള്ള, അതായത് നടനെന്ന ആൾക്ക് കുറച്ച് പ്രിപ്പറേഷൻസ്, പിന്നെ അതിൻ്റെതായ തയ്യാറെടുപ്പുകളും അപ്പാൻഡൗൺസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ആളെന്ന നിലക്ക് മാത്രമല്ല ടൊവിയെ സമീപിക്കുന്നത്. ടൊവിയിലെ നടനെ ഞാൻ പല തവണ പറഞ്ഞതാണ്, ഇതിൽ തന്നെ പറഞ്ഞു, നമ്മുടെ ടൊവി എന്നുള്ള നടനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല. സുഹൃത്തിനപ്പുറത്ത് ടൊവി പല സിനിമകളും നമ്മൾ വിസ്മയിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ പയ്യന്നൂർ ശാന്തി തിയേറ്ററിലാണ് ഞാൻ മായാനദി സിനിമ കാണുന്നത്. പയ്യന്നൂർ ശാന്തി തിയേറ്ററിൽ നിന്ന് ശരിക്കും ബസ് സ്റ്റാൻഡിലേക്ക് പയ്യന്നൂരുള്ളവർക്ക് അറിയാം, കുറേ നടക്കാൻ വിടാൻ 5-6 കിലോമീറ്റർ നടക്കണം. ഞാൻ ആ ഫോൺ മുഴുവൻ നമ്മൾ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്ത് പെരുമ്പ പാലം കയറി നടന്ന് സ്റ്റാൻഡ് വരെ ടോടി സംസാരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. നട്ടപ്പോതിലേക്കാണ്. അപ്പോൾ അത് നമ്മൾക്കുള്ളിലെ സ്നേഹത്തിൻ്റെ വലിപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ സിനിമ നമ്മൾ ആദ്യം ആലോചിക്കുന്ന സമയത്ത് ടൊവി എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലാദ്യമായി വന്നത്. അതിൻ്റെ ഉത്തരമാണ് 23-ാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടേണ്ടത്. അത് ഞാനിവിടുന്ന് അല്ലെങ്കിൽ ടൊവി ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കിട്ടേണ്ട വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള, വളരെ ത്രില്ലിംഗ് മൊമെന്റ്സ് ഉള്ള, ഇമോഷണലി കണക്ട് ആവുന്ന നൂലുള്ള സിനിമയാണത്. അത് ടൊവി തന്നെയാണ് ഏറ്റവും പ്രശ്നം. പിന്നെ പ്രൊഡ്യൂസർമാരെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, പ്രൊഡ്യൂസർമാർക്ക് ഈ സിനിമ ചെയ്യാനായിട്ട് ഈ സിനിമയുടെ കഥയും ഇതിനകത്തുള്ള നമ്മളെല്ലാവരുടെയും ആത്മാർത്ഥതയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ടിപ്പുവും ഷിയാസ്കയും. ഇവർ രണ്ടുപേരും അവരുടെ ആദ്യത്തെ സിനിമയാണ്. ഇവര് എനിക്കും തോന്നിയതെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ അട്രാക്റ്റഡ് ആയി തോന്നിയത് കൊണ്ടും അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇവരുടെ ആദ്യത്തെ സിനിമയായിട്ട് ഈ സിനിമ തന്നെ ഇവർ തീരുമാനിക്കുന്നു. സിനിമ തുടങ്ങി പിന്നെന്താ വെച്ചാൽ അവർക്കും കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവരെ പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ എന്താ പറയുക അവരെ വെച്ചൊരു സിനിമയിൽ മുക്കിക്കളയെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാൾ പോലും ഈ സിനിമയുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അവരുടെ ഭാഗ്യമാണ്. അപ്പോൾ ഒരു മ്യൂച്വലി ഞങ്ങളെപ്പോലെ അത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര നല്ല അടുപ്പമുണ്ട്. അവരുടെ ആദ്യത്തെ സിനിമ അവർ ചെയ്യുന്നു. അത് അവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വീഴ്ച വന്നിട്ട് പക്ഷേ ഇതങ്ങനെ ആയില്ലല്ലോ അങ്ങനെ ആയില്ലല്ലോ പറയാനുള്ള ഒരു അവസരം പോലും
ഇന്ത്യൻ സിനിമാ കമ്പനി അവരുടെ ആദ്യത്തെ പ്രൊഡക്ഷനിൽ ഉണ്ടാക്കിയിട്ടുമില്ല. ഇപ്പോഴും ഈ ദിവസം ആണെങ്കിലും ദിവസേന ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അവർ ചോദിക്കുന്നത് ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, നമ്മൾ ഇതിന്റെ സിനിമ നമ്മൾ നല്ല പ്രത്യേകം എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളത് പ്രേക്ഷകർക്കാണ് എന്ന ഡിസ്കഷനിലാണ് ഞങ്ങൾ ഇപ്പം ഇരിക്കുന്നത്. അപ്പൊ അത്രയും സാധാരണ നമുക്ക് എല്ലാ സിനിമയിലും ആരെങ്കിലും ഒരാളുണ്ടാവും ഒരു കോമൺ എനിമി, പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല. എല്ലാവരും തമ്മിൽ ഭയങ്കര സൗഹൃദമായിരുന്നു. എപ്പോഴും ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിലുണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളാണെങ്കിൽ പോലും ഇവര് തമ്മിൽ ഇവരൊരു നാട്ടുകാരാണ്. പ്രൊഡ്യൂസർ ടിപ്പും അനുരാജും ഒരേ നാട്ടുകാരാണ്. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകൂടാ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഒരാൾ പ്രൊഡ്യൂസറും ഒരാൾ ഡയറക്ടറും ആവുന്ന സമയത്ത് ടിപ്പുവിന്റെ ഒരു പോലും അനാവശ്യമായിട്ട് ചിലവാകരുത് എന്ന് അനുരാജ് ചിന്തിക്കുമ്പോൾ അനുരാജ് ആഗ്രഹിച്ചതിനേക്കാൾ ഒരു പടി പോലും താഴെ പോകരുത് സിനിമ എന്ന് ടിപ്പുവും മനസ്സിലാക്കി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ സിനിമയിൽ ഒരുപാട്